ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബന്ധത്തിലുണ്ടാകുന്ന നിശബ്ദത അല്ലെങ്കിൽ മൗനം, അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം, അതിനെ എളുപ്പത്തിൽ തകർക്കാനായിട്ടുള്ള കുറച്ച് വഴികൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും മനുഷ്യർ സ്വാഭാവികമായിട്ടും സാമൂഹിക സ്വഭാവമുള്ളവരാണ്. അതായത് വികാരങ്ങളും ചിന്തകളും പങ്കുവെക്കുന്നത് അവർക്ക് വളരെ വലിയൊരു വിമോചനവും അതുപോലെ തന്നെ ഒരു സാധൂകരണവും എല്ലാം നൽകും. ഇത്തരത്തിലുള്ള ഈ സംഭാഷണങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടോ ആയിരിക്കും ഇത് സംഭവിക്കാറുള്ളത്. നിർഭാഗ്യവശാൽ ഓരോരുത്തരുടെയും കഥകളിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു വലിയ സമ്മർദ്ദം ഉള്ളതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഒരു ബന്ധത്തിൽ ഇത്തരത്തിലൊരു നിശബ്ദത അല്ലെങ്കിൽ ഒരു മൗനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മൗനത്തിന് എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ദീർഘകാല ബന്ധത്തിൽ പലപ്പോഴും പങ്കാളികൾ തമ്മിൽ ശരിക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു നിശബ്ദത അതങ്ങനെ മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ടായിരിക്കും. ശരിക്കും ഒരു മുറിയിൽ ഒന്നും സംസാരിക്കാതെ, ഒരു വാക്കുപോലും പറയാതെ പരസ്പരം സഹവാസം ആസ്വദിച്ചുകൊണ്ട് വ്യക്തിഗത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ടും ചില പങ്കാളികൾക്ക് കഴിയും. ഇതെല്ലാം സംഭാഷണത്തിൻ്റെ അഭാവം നിങ്ങൾ എങ്ങനെ വിവർത്തനം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ബന്ധത്തിലുണ്ടാകുന്ന ഈ നിശബ്ദത അല്ലെങ്കിൽ ഈ മൗനം അതെന്താണ് അർത്ഥമാക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബന്ധങ്ങളിലെ നിശബ്ദതയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. ഒരാളോട് വാദിക്കുമ്പോൾ അല്ലെങ്കിൽ നിശബ്ദമായിട്ട് ഉള്ള ഒരു പെരുമാറ്റം നൽകുന്നത് മുതൽ, അല്ലെങ്കിൽ ഒരുപാട് വർഷം ഒരുമിച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം രണ്ടുപേരും സുഖകരമായ രീതിയിൽ ഒരു നിശബ്ദത പാലിച്ചു പോകുന്നത് വരെ, അത്തരത്തിൽ പല പല കാരണങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മൗനം അത് അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത് ഒരുപാട് ഡീപ്പായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതവർക്ക് വലിയൊരു സമ്മർദ്ദവും പിരിമുറുക്കവും എല്ലാം നൽകും. മൊത്തത്തിൽ അനാരോഗ്യമായ ഒരു ദാമ്പത്യത്തിന് അല്ലെങ്കിൽ ഒരു ബന്ധത്തിന് അത് കാരണമാവുകയും ചെയ്യും. ഒരു പങ്കാളി മറ്റൊരാളെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുകയും ആശയവിനിമയം നടത്താനോ വ്യത്യാസങ്ങൾ പരിഹരിക്കാനോ എല്ലാം വിസമ്മതിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇത് ബന്ധങ്ങൾ തകരുന്നതിന് ഏറ്റവും വലിയ കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. എന്നാൽ മറ്റു ചില കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പങ്കാളികൾ തമ്മിൽ പരസ്പരം പറയാനായിട്ട് കാര്യങ്ങൾ ഒന്നും ഇല്ലാതെയാകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബന്ധത്തിൽ ഒരു മോശം രീതിയിലുള്ള ഒരു മൗനം, ഒരു നിശബ്ദത വളർത്തിയെടുക്കുന്ന നിമിഷങ്ങൾക്ക് ഇത് കാരണമാകും. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ അവരുടെ ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ശരിക്കും ഒരു ഘട്ടത്തിനപ്പുറം നോർമൽ ചാറ്റിനും അപ്പുറത്തേക്ക് കൂടുതൽ ആഴത്തിലുള്ള സംഭാഷണങ്ങളിലേക്ക് എല്ലാവരും കടന്നു പോവുകയാണ്. പരസ്പരം എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് ഓരോരുത്തരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബന്ധത്തിൽ ഇത്തരത്തിലൊരു നിശബ്ദത അത് ശരിയാണോ തെറ്റാണോ? ശരിക്കും പറഞ്ഞാൽ ഈ നിശബ്ദതയെ അല്ലെങ്കിൽ ഈ മൗനത്തെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലാണ് എല്ലാം. നിങ്ങൾ പലപ്പോഴും വാദിക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന് മറുപടി നൽകാനായിട്ട് ഒരുപാട് സമയമെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ആരോഗ്യകരമായിട്ട് പോകുമ്പോൾ ആ ബന്ധം ഒരു പ്രതിബദ്ധതയിലേക്ക് മാറുന്നു. അത്തരം ഘട്ടങ്ങളിലും പങ്കാളിത്തങ്ങൾ നിശബ്ദമായേക്കാം. കാരണം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഡേറ്റിംഗ് രീതികളിൽ നിന്നുമെല്ലാം അവരുടെ ജീവിതം മാറുകയാണ്. കൂടുതൽ പ്രതിബദ്ധതയിലേക്ക് അവർ കടക്കുകയാണ്. അപ്പോൾ കൂടുതൽ അർത്ഥവത്തായ ആശയവിനിമയങ്ങളും അവരുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട്. പലരും അതിനെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ടെന്ന പോലെ അസ്വസ്ഥരാവുകയും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും അതിനെയെല്ലാം തുടർന്ന് അവരൊരു നിശബ്ദതയിലേക്ക് മാറാനുമുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ചിലർ ബന്ധങ്ങളിൽ ഇത്തരത്തിൽ നിശബ്ദത കൊണ്ടുവരാനായിട്ടുള്ള കാരണം നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിൻ്റെ ഫലം അത് അവരുടെ ഭാഗത്താണ് എന്നുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചിലർ നിശബ്ദമായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പങ്കാളിയിൽ വൈകാരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒടുവിൽ അവരൊരു ക്ഷമാപണം നടത്തുന്നതിലേക്ക് വഴിമാറുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലർ ആ സാഹചര്യം ഒട്ടും പ്രശ്നമുള്ളതൊന്നുമല്ല എന്ന മട്ടിൽ പങ്കാളി എത്ര ഇമോഷണലായി പെരുമാറിയാലും അവിടെ നിശബ്ദമായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ചിലരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ആശയവിനിമയത്തിൻ്റെ കുറവുകളായിരിക്കാം. അതായത് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതറിയാതെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ സൈഡ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് അറിയാതെ മൗനം അവലംബിക്കുന്നവരുമുണ്ട്.
എന്നാൽ മറ്റു ചിലരെ നോക്കുകയാണെങ്കിൽ അവർ ആ കോപം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നു. അതിനുവേണ്ടി അവർ സ്വയമായിട്ട് തന്നെ ഒരു ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൗനമായിട്ടിരിക്കുന്നു. വേറെ ചില ആളുകളാണെങ്കിൽ അവർക്കൊരു ശ്രദ്ധ ലഭിക്കും എന്ന് കരുതിയിട്ട് മൗനമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ മൗനമായിട്ടിരിക്കുകയാണെങ്കിലാണ് അവരെൻ്റെ പിന്നാലെ വരികയുള്ളൂ, എന്നെ ശ്രദ്ധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു വിലയുണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ച് മൗനമായിട്ടിരിക്കുന്നവരുമുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു കൃത്രിമത്വം സൃഷ്ടിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ബന്ധങ്ങളിൽ ആരോഗ്യകരമായിട്ടുള്ള ആശയവിനിമയം കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ബന്ധം പിരിഞ്ഞു എന്നതിന് ശേഷമാണ് ഈ നിശബ്ദത ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ആ നിശബ്ദതയെ നിങ്ങൾ തകർക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ അനുരഞ്ജിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ബന്ധത്തിലുണ്ടാകുന്ന മൗനം അതെങ്ങനെ തകർക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിക്കും അറിയാം. ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളുടെ പങ്കാളി ഈ മൗനത്തെ കാണുന്നതെങ്കിൽ അതിനെ അത്തരത്തിൽ മനസ്സിലാക്കി വിട്ടുകൊടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് പോകാം. അതായത് ഇത്തരത്തിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ മൗനത്തെ തകർക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു ബന്ധത്തിലെ നിശബ്ദത എങ്ങനെ തകർക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആശയവിനിമയ കുറവിൻ്റെ കാരണം നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട്. പല സന്ദർഭങ്ങളിലും വഴക്കിന് ശേഷം നിശബ്ദത എങ്ങനെ തകർക്കണമെന്ന് അറിയാതെ പങ്കാളിയുമായിട്ടുണ്ടാകുന്ന ഒരു തർക്കത്തിൽ നിന്നായിരിക്കാം ഇത് സംഭവിക്കുന്നത്. ചിലപ്പോൾ ബന്ധങ്ങളിൽ നിശബ്ദത എന്നതിൻ്റെ അർത്ഥം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കോപം ശമിപ്പിക്കുക എന്നതുമായിരിക്കാം. ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമണാസക്തനാകുകയോ ചെയ്യുമ്പോൾ ആരും ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ അവസ്ഥയിൽ അവർ പരസ്പരം ശ്രദ്ധ കൊടുക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ നിശബ്ദതയെ എങ്ങനെ നേരിടാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു തോട്ട്ഫുൾ മെസ്സേജ് നിങ്ങൾ അവർക്ക് അയക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ ആ മെസ്സേജ് കാണുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കണം, ചിന്തിക്കാൻ നിങ്ങൾ ഇടവരുത്തണം. അത്തരത്തിലൊരു മെസ്സേജ് ആയിരിക്കണം അത്. ഈ സംഭവിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് അതിലൂടെ ഖേദം പ്രകടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആ മെസ്സേജിലൂടെ നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കാണാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭാഷണം ആരംഭിക്കാനുള്ള ഒരു തുടക്കം, അതെല്ലാം ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് അവർക്ക് കൈമാറാവുന്നതാണ്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നർമ്മം ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ആ നിശബ്ദത അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൗനം തകർക്കാനായിട്ട് കാരണമാകുന്ന എന്തെങ്കിലും ഒരു രസകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ്. ഇത് ഒരു പരിധിവരെ നിങ്ങൾക്കും അവർക്കും ആശ്വാസം നൽകും. ആളുകളെ സുഖപ്പെടുത്തുന്നതിന്, അതായത് മാനസികമായിട്ട് സുഖപ്പെടുത്തുന്നതിന് നർമ്മം എപ്പോഴും ഫലപ്രദമായിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഒരു ഫോൺ കോൾ ചെയ്യുക. ഒരു ബന്ധത്തിലെ നിശബ്ദത തകർക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും മികച്ച ഒരു ശ്രമമാണ് അവരെ വിളിക്കുക, സംസാരിക്കുക എന്നത്. മിക്ക ആളുകളും ഇപ്പോൾ ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് ശ്രമിക്കാറേയില്ല. നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ പങ്കാളി ഫോണിൽ കാണുമ്പോൾ അത് അവരെ വളരെയധികം ചിന്തിപ്പിക്കും. എന്നിരുന്നാലും ഒരു പങ്കാളി ഫോൺ എടുക്കാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കാളിയോട് ആ നിശബ്ദതയെ തകർക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിശബ്ദതയെ തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സന്ദേശം അയക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ക്ഷമാപണം നടത്തുക. ഒരു ബന്ധത്തിലെ നിശബ്ദതയെ തകർക്കാനായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു മാർഗമാണിത്. കാര്യങ്ങൾ ശാന്തമാകാൻ നിങ്ങളൊരു കാരണമാകുന്നു എന്നത് മാത്രമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നിങ്ങളാണോ കാരണം, അല്ലെങ്കിൽ അവരാണോ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും പരിഗണിക്കാതെ ക്ഷമ ചോദിക്കുക എന്നതാണ്. നിങ്ങളിപ്പോൾ ഈ നിലയിലായിരിക്കുന്നതിന്, നിങ്ങൾ വഹിച്ച പങ്കിന് നിങ്ങൾക്ക് അവരോട് ക്ഷമ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബന്ധത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ തമ്മിൽ മൗനത്തിലാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് വേറെ ആരെങ്കിലും വന്ന് ആ ഒരു പ്രശ്നം തീർക്കുമെന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആദ്യം ക്ഷമ ചോദിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ചിന്തിച്ച് മത്സരിക്കേണ്ട ഒരവസ്ഥയുമല്ല ഇത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങളൊരു കോഫി ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്.
അതായത് നിങ്ങൾ അവരെ വലിയൊരു നീണ്ട ഡേറ്റിങ്ങിനൊന്നും ക്ഷണിക്കുന്നില്ല, പകരം ഒരു കോഫി കുടിക്കാൻ പോകാം എന്നത് മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ആ ഒരു ചെറിയ മൗനത്തിന് ശേഷമുള്ള ഈ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ആ ബുദ്ധിമുട്ടുകളെല്ലാം മറികടക്കാനായിട്ട് ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനെ തുടർന്ന് നിങ്ങൾക്കതൊരു ഡേറ്റിങ്ങിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഔട്ടിങ്ങിലേക്കോ മാറ്റിയെടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ കൂടുതൽ ചെറിയ ഇടപെടലുകളെല്ലാം നടത്തി കാര്യങ്ങൾ സാവധാനം മാറ്റിയെടുക്കാനായിട്ട് തീരുമാനിക്കാം. കാരണം ഒരു ബന്ധത്തിൻ്റെ നിശബ്ദത എന്നതിൻ്റെ അർത്ഥം അതാണ്. പങ്കാളിത്തത്തിൻ്റെ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ടോക്സിസിറ്റിയോട് നിങ്ങൾ പ്രതികരിക്കുന്നത് ഒഴിവാക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പങ്കാളിയുടെ നിശബ്ദത, മൗനം, ആ ഒരു പെരുമാറ്റം അത് ദീർഘകാലമായിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളോട് ഒരു അനാദരവ് നിറഞ്ഞതുമാണെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ഒരു ദുരുപയോഗത്തിൻ്റെ പരിധിക്കുള്ളിലാണ് നിൽക്കുന്നത്. അതിന് യാതൊരുവിധ പ്രതികരണവും നിങ്ങൾ കൊടുക്കരുത്, ഉണ്ടാവുകയും അരുത്. വൈകാരിക പീഡനം എന്നത് നിങ്ങളിൽ നിന്ന് ശ്രദ്ധയോ പ്രതികരണമോ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്നുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. അത് നിങ്ങൾ സഹിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് അത്തരത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി നൽകരുത്. അതായത് ഒരു ബന്ധത്തിൽ ഒരാൾ പെട്ടെന്ന് മൗനമായിട്ടിരിക്കുകയും അത് മറ്റേയാളെ വളരെയധികം അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അവർ എന്തെല്ലാം രീതിയിൽ അതിന് ആ പ്രശ്നം മറികടക്കാനായിട്ട് ശ്രമിച്ചാലും സാധ്യമാകാത്തൊരവസ്ഥ. അത്തരത്തിലൊരവസ്ഥയിൽ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ബന്ധത്തിൽ നിശബ്ദത എങ്ങനെ തകർക്കാമെന്ന് പഠിക്കേണ്ടത്. ഇത്തരത്തിലൊരു മൗനത്തിൽ ഒടുവിൽ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ശാന്തമായിട്ടും അതുപോലെ തന്നെ സാധാരണമായിട്ടും സംസാരിക്കുക. മൗനമായ പെരുമാറ്റത്തിലൂടെ നിങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല എന്നത് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് തുടരുകയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്വീകാര്യമായിട്ടുള്ള പെരുമാറ്റമല്ല ഇതെന്നുള്ളത് അവരോട് വ്യക്തമാക്കുക. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവർക്ക് ഇടം നൽകുക. ഒരു ബന്ധത്തിലെ നിശബ്ദത എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചതിന് ശേഷം പരസ്പരം അകലം പാലിക്കുക എന്നതാണ് ഒരു മാർഗം. അതായത് നിങ്ങളുടെ അടുത്ത് ഒരാൾ മൗനമായിട്ടിരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ അസ്വസ്ഥമാകുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. കുറച്ച് ദിവസം അവരെടുക്കട്ടെ. അത്തരത്തിൽ മൗനമായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്ന രീതിയിലോ അവരത് ഒന്ന് ഓക്കെ ആവാനായിട്ട് അവർക്കത് യൂസ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി അനുവദിക്കുക എന്നതാണ്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അവർക്ക് ഇതിനു വേണ്ടിയിട്ട് സമയം ആവശ്യമായിരിക്കാം. പലപ്പോഴും ഇത്തരത്തിലൊരു മൗനം കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ആശയവിനിമയം നടത്താനായിട്ട് പലർക്കും സാധ്യമാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാനും അവർക്ക് ഈ ഒരു മൗനത്തിൽ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അതിരുകൾ സൃഷ്ടിക്കുക. അതായത് ഇത്തരത്തിൽ ഓരോ മൗനത്തിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മൗനം ഉണ്ടായത് എന്ന് കണ്ട് മനസ്സിലാക്കി പരസ്പരം അതിരുകൾ, ബൗണ്ടറീസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ആ ബൗണ്ടറീസ് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. ഓരോ വാദവും വിയോജിപ്പും ഒരു പഠനാനുഭവത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കണം എന്നാണ് സൈക്കോളജി പറയുന്നത്. അതായത് ഒരു ബന്ധത്തിൽ മൗനത്തിന് യഥാർത്ഥത്തിൽ ഗുണങ്ങൾ ഉണ്ടാകാം. കാരണം അത് ആ നിമിഷം മുതൽ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുവഴി ചില ബൗണ്ടറീസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും പലരും ഇത്തരത്തിലുള്ള ഒരു മൗനം അത് സത്യസന്ധവും തുറന്നതുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിലൂടെ മാത്രമാണ് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഒരു മൗനത്തിലായിരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മൗനം പിന്നീട് ഉണ്ടാകാതിരിക്കാനും അല്ലെങ്കിൽ അതുണ്ടായാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഒരു ധാരണ കൈവരിക്കാം. ആരെങ്കിലും ആ ഒരു ബൗണ്ടറീസ് ലംഘിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവരോടത് പറയാം, അല്ലെങ്കിൽ അവരെ അത് ചെയ്യണം എന്നുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. സാഹചര്യം നിയന്ത്രിക്കുക. നിശബ്ദത നിലയ്ക്കാതെ വരുമ്പോൾ, അത് അവസാനിക്കുന്നതിൽ നിങ്ങൾ നിരാശനാകുമ്പോൾ സാഹചര്യം നിയന്ത്രിക്കുക.
നിങ്ങളുടെ പാർട്ട്ണർ ഇത്തരത്തിൽ മൗനമായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ നോക്കുകയാണ്, ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം, കുറച്ച് സമയത്തേക്ക് അതെല്ലാം ഒന്ന് ഓഫ് ചെയ്യും, നമുക്കൊന്ന് സംസാരിക്കാം. അത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കോപപ്പെടുകയോ അല്ലെങ്കിൽ അതൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാനോ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊരു ചെറിയ ഇടവേള എടുത്ത് നിങ്ങളുടെ ആ ഒരു ആശയവിനിമയം രണ്ടുപേരും പരസ്പരം കൈമാറുന്നത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ നിശബ്ദതയെ മറികടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അടുത്ത പോയിന്റായിട്ട് സൈക്കോളജി പറയുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലറുമായിട്ട് ഇതുമായി സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അഭിപ്രായങ്ങൾ കേൾക്കുക, എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക എന്നതാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഇതിനെ ഡീൽ ചെയ്യുക എന്നതാണ്. ബന്ധത്തിൻ്റെ നിശബ്ദതയ്ക്ക് കാരണമാകുന്ന പ്രശ്നത്തിൻ്റെ മൂല കാരണം കണ്ടെത്താനായിട്ട് അവർക്ക് നിങ്ങളെ സഹായിക്കാനാകും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു നിശബ്ദത, ആ ഒരു മൗനത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ശരിക്കും ഒരു ബന്ധത്തിലുണ്ടാകുന്ന ഒരു മൗനം അല്ലെങ്കിൽ ഒരു നിശബ്ദത എന്ന് പറയുന്നത് ആ ബന്ധം അവസാനിച്ചു അല്ലെങ്കിൽ അതൊരു വളരെ വലിയ പിരിമുറുക്കത്തിലാണ് എന്നതിൻ്റെ മാത്രം സൂചനയല്ല. ആ ബന്ധം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അതൊരു ആശ്വാസത്തിൻ്റെ സൂചനയാണ് എന്നതുകൂടിയാണ്. ഇതിൽ പറയുന്നത് പോലെ നിങ്ങളുടെ നിശബ്ദതയുടെ അർത്ഥം മനസ്സിലാക്കുകയും അത് ശരിയായിട്ടുള്ള രീതിയിലാണോ അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അത് മനസ്സിലാക്കി ഇതിൽ പറയുന്ന പോലെ ഈ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നിശബ്ദതയെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.